കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം, ജാതീയ മാർഗത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വലിയൊരു കൂട്ടം ജനങ്ങളാണ് ഈ കൊരിന്ത്യ സഭയിലുള്ളത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭയാണ് കൊരിന്തിലെ സഭ. കൊരിന്ത് പട്ടണം പുരാതന ഗ്രീക്കിലെ അതിപ്രധാനമായ ഒരു നഗരമായിരുന്നു. അപ്പോൾ തന്നെ സകല അധർമ്മങ്ങളും സകലവിധമായ മ്ലേച്ഛതകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളാലും നിറഞ്ഞിരുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ പ്രയത്ന ഫലത്താൽ അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുകയും ആ സഭയിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ, അപ്പൊല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, അങ്ങനെ ഭിന്നതകൾ ഉടലെടുത്ത വിശ്വാസികൾ പല പക്ഷം തിരിഞ്ഞ് ആ കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി നാം മനസ്സിലാക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനം എടുത്ത് പഠിപ്പിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, അവർക്ക് പുതിയൊരു ശരീരം ലഭിക്കും എന്നുള്ള ആ സത്യങ്ങളെ അവരെ ഗ്രഹിപ്പിച്ച് അവരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 15-ാമത്തെ അധ്യായം. കാരണം ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച്, അവരുടെ തത്വചിന്തകൾ അനുസരിച്ച് ശരീരമാണ് പാപം ചെയ്യുന്നത്, ആത്മാവിന് പാപമില്ല. അപ്പോൾ പാപം ചെയ്യുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് മരണത്തോടു കൂടി. വീണ്ടും അതേ ശരീരത്തിലേക്ക് ഈ ആത്മാവ് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രീക്ക് തത്വചിന്തകൾ. ആ ആളുകളുടെ കൂട്ടത്തിൽ ഇടയിലാണ് മരിച്ചവർ ഉയർക്കുമെന്നും വിട്ടുപോയ ആത്മാവ് വീണ്ടും ശരീരത്തിലേക്ക് പ്രവേശിച്ച പുതിയ ശരീരത്തോടുകൂടി ഉയർക്കുമെന്നും പഠിപ്പിക്കുന്ന പഠിപ്പേര് അവർക്ക് മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയുന്നില്ല. അവരതിനെ, കൊരിന്ത്യയിലെ സഭയിലെ വലിയൊരു കൂട്ടം അങ്ങനെ വിശ്വസിക്കുവാൻ പോലും തയ്യാറാകാതെ അവരായിരിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് വളരെ ശക്തമായി പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ആ ഭാഗമാണ് 15-ാമത്തെ അധ്യായം. അതിൻ്റെ 12-ാമത്തെ വാക്യം, 15-ന്റെ 12 നാം എടുത്ത് വായിക്കുമ്പോൾ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെന്ത്? ഭാഗം പൗലോസ് ശ്ലീഹ അവിടെ എഴുതുകയാണ്. നിങ്ങളിൽ ചിലർ എന്ന് പറഞ്ഞാൽ കൊരിന്തിൽ വിശ്വാസികളായവരുടെ കൂട്ടത്തിൽ ചിലർ അവർ പറയുകയാണ് പുനരുത്ഥാനമില്ല. യഹൂദന്മാരുടെ കൂട്ടത്തിൽ സദൂക്യര് അങ്ങനെ വിശ്വസിച്ചിരുന്നു പുനരുത്ഥാനമില്ല എന്ന്. എന്നാൽ ഇപ്പോൾ ജാതീയമായ ആചാരങ്ങളിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം വിശ്വാസികൾ, അവിടെ ഭിന്നത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരുടെ പക്ഷമാണിപ്പോൾ. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ദുരുപദേശം കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ദുരുപദേശം ഒരുപാടുണ്ടായിരുന്നു. അതെ, കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, വിവാഹത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, പാപത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, വിഗ്രഹാർപ്പിതം തിന്നുന്നതിനെ കുറിച്ച് ഉള്ള വിഷയത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ വിശദമായി പൗലോസ് ഓരോ അധ്യായങ്ങളിൽ വിവരിച്ച് ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം അവരെ കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടുത്തെ പ്രധാന വിഷയം, ഒരു കൂട്ടർ പറയുന്നു പുനരുത്ഥാനമില്ല, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക്
മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അതിന് താഴെ വായിക്കുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരത്രേ എന്നാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്നത്. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തത് കൊണ്ടാണ് ക്രിസ്തു വിശ്വാസികളായ നമുക്ക് ഒരു പ്രത്യാശയുള്ളത്. അവന്റെ വരവെങ്കിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരശാലികളായി കർത്താവിനെ എതിരേൽക്കും. അതിന് വിരോധമായി അതേ പഠിപ്പിക്കലുകൾ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കൊരിന്ത്യ സഭയിൽ നടന്നു വന്നിരുന്നു. വീണ്ടും ഈ ഭാഗം എല്ലാവരും നാം എടുത്ത് വായിക്കുമ്പോൾ മിക്കവാറും ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗങ്ങളൊക്കെ പലപ്പോഴും നാം വായിച്ചു കേൾക്കാറുള്ളത്. എന്നാൽ ഇതിനെ വിശദമായി പഠിക്കണം. നാം എല്ലാവരും വിശ്വാസികളെ പഠിപ്പിക്കണം. സഭയിൽ ഇത് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണം. വളരെ ആവശ്യമായ ഒരു അർത്ഥവത്തായ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ആവശ്യകതയാണിത്. ക്രിസ്തുവിന്റെ ഉയർപ്പും അവനിൽ വിശ്വസിക്കുന്നവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ദ്രവത്വമുള്ള അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. കല്ലറയിൽ ഉറങ്ങുന്ന സകല വിശുദ്ധന്മാരും കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടും. കാരണം എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമർ 8:11 വായിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവനെ മരിച്ചവരെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കും. ഇതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന തരത്തിലുള്ള യാതൊരു വിധമായ കാര്യങ്ങളും ഒരു ദൈവ പൈതലിൽ ഉണ്ടാകരുത്. ഈ ലോകത്തിലെ നമ്മുടെ യാത്ര എന്ന് തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ലോകം കൊണ്ട് നമ്മുടെ പ്രത്യാശ അവസാനിക്കുന്നില്ല. ഈ ലോകത്തിനും അപ്പുറമായി നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. അതിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. അതിനായിട്ടാണ് നാം ഈ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചത്. അതിനുവേണ്ടിയാണ് നാം കഷ്ടം സഹിക്കുന്നത്, നിന്ന സഹിക്കുന്നത്, ഉപദ്രവം സഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ക്രിസ്തുവിന്റെ നിന്ന നാം ദിനംതോറും ചുമക്കുന്നത്. ഹല്ലേലൂയ! അത് ഭാഗ്യമായി കരുതുകയാണ്. കാര്യം എന്താണ്? ഞങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. ഞങ്ങൾക്ക് അതേ കർത്താവിന്റെ വരവെങ്കിൽ ഭാഗ്യകരമായ ഒരു പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടാണ് അവൻ പോയത്. ആ പ്രത്യാശ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ ഈ പ്രിയപ്പെട്ടവരായ ഒരു കൂട്ടം വിശ്വാസികൾ നിരാശയുടെ പ്രത്യാശ നഷ്ടപ്പെട്ട പോലെ മറ്റുള്ളവരുടെ ഹൃദയം മനം കലങ്ങുമാറാക്കി, വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇനി കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ട കാര്യം? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വിശുദ്ധിയുടെ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട കാര്യം? ഈ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഈ പ്രകാരമുള്ള ഒരു അവസ്ഥയിലൂടെ കൊരിന്ത്യയിലെ ചില കൂട്ടം വിശ്വാസികൾ കടന്നു പോകുകയാണ്. ദുരുപദേശങ്ങൾ കടത്തിവിട്ട് അവരുടെ ഹൃദയത്തെ കലക്കുന്ന അനേകരവിടെ എത്തിച്ചേർന്നു. ഈ കാലഘട്ടങ്ങളിലും ഈ 21-ാം നൂറ്റാണ്ടിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ദൈവനാമത്തിനു വേണ്ടി കഷ്ടമനുഭവിക്കുകയും ചെയ്യുന്ന ആത്മാക്കളെ നേടുന്ന പലർക്കും എതിരായി പലരും പലതും പറഞ്ഞുണ്ടാക്കി അവരുടെ ഹൃദയത്തെ കലക്കിക്കളയുകയാണ്. പലപ്പോഴും ഇരുന്ന് ചിന്തിച്ചു പോകാറുണ്ട്,
ഇങ്ങനെയാണെങ്കിൽ എന്തിന് ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചു? ഇങ്ങനെയാണെങ്കിൽ എന്തിന് ഈ സുവിശേഷ വേലയ്ക്ക്, കഷ്ടതയ്ക്ക്, ഈ പ്രയാസങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചു? അതിന് പരിഹാരം അഥവാ അതിന് പ്രതിഫലമായി ലഭിക്കുന്നത് നിന്നയും ദുഷിയുമാണല്ലോ. അനേകരുടെ മുൻപിൽ അതെ പലതരത്തിലുള്ള പരിഹാസ വാക്കുകളാണല്ലോ പറഞ്ഞ് അതെ പരത്തുന്നത് എന്നൊക്കെ ഓർത്ത് അനേക പ്രിയപ്പെട്ടവർ ഹൃദയം കലങ്ങിയവരായി ഇരിക്കുന്നു. ഇന്ന് ഈ സമയം ഞാൻ പ്രിയപ്പെട്ടവരായി നിങ്ങളോട് പറയുന്നത്, ദൈവമക്കളെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള സംസാരങ്ങളെ കേട്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി കർത്താവിന് പ്രയോജനപ്പെടുവാൻ വീണ്ടും ശക്തിയോടെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ വിഷയം എടുത്ത് പറയുമ്പോൾ നിന്നയും പരിഹാസവും ദുഷിയും ഒക്കെ കേൾക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പലപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് ആ സമയത്ത് കടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. എത്ര ദുഷിച്ചാലും, എത്ര പരിഹസിച്ചാലും, എത്ര നിന്ദിച്ചാലും, എത്ര ഉപദ്രവിച്ചാലും എൻ്റെ കർത്താവ് സഹിച്ചതുപോലെയൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സഹിച്ചതുപോലുള്ള നിന്ദയില്ലല്ലോ, പരിഹാസമില്ലല്ലോ, അതെ ആ ഉപദ്രവമില്ലല്ലോ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിന്ദ സഹിച്ച, എനിക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച, എനിക്ക് വേണ്ടി ചാട്ടവാറടിയേറ്റ, എനിക്ക് വേണ്ടി പരിഹാസം സഹിച്ച എൻ്റെ യേശുവിനെ ഓർക്കുമ്പോൾ ഇതൊന്നും സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാനായിട്ട് കഴിയും. ആകയാൽ ദൈവപൈതലേ, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്. പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്നു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ. ഹല്ലേലൂയ. ഇവിടെ സംബോധന ചെയ്യുന്നത് കേൾക്കണം. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൊരിന്ത്യ വിജാതീയരായ ആ ആളുകളാണ് വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്നത്. അവരാണ് കൊരിന്ത്യയിലെ വിശ്വാസികളിൽ ഭൂരിപക്ഷം. അവരെ സംബോധന ചെയ്യുന്നത് യഹൂദനായ ബെന്യാമിൻ ഗോത്രക്കാരനായ എബ്രായനായ ഈ പൗലോസ് അവരെ സംബോധന ചെയ്യുന്നത് എൻ്റെ പ്രിയ സഹോദരന്മാരെ. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ ഒരു വിളിയാ വിളിക്കുന്നത്. ഒരു കുടുംബത്തിലെ അംഗമായി തീരുന്നു. നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാ, ദൈവഭവനത്തിലെ അംഗമാ. മുൻപേ നിങ്ങൾ അന്യന്മാരും പരദേശികളുമായിരുന്നു. ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഭവനക്കാരായി മാറിയിരിക്കുകയാണ്. ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഒരു ലോക്കൽ സഭയല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള സാർവലോകത്തിലുമുള്ള വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എക്ലീസിയ അഥവാ സഭ എന്ന് പറയുന്നത്. അത് കറുത്തവരും വെളുത്തവരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, ജാതിയോ ഗോത്രമോ ഭാഷയോടെ വ്യത്യാസമില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ്. പൗലോസിന്റെ ആ സംബോധന അത് നമുക്ക് വളരെ ആശ്വാസം തരുന്നതാണ്. അവർ മൂന്ന് പക്ഷമായി തിരിഞ്ഞിരിക്കുകയാണെങ്കിലും, മറ്റനേക പ്രതികൂലങ്ങളിലൂടെ അവർ കടന്നു പോകുകയാണെങ്കിലും, അവരുടെ ഇടയിൽ പലതരത്തിലുള്ള ദുർമാർഗങ്ങളും മറ്റ് സകലത്തിലുള്ള പല അവസ്ഥകളുമുണ്ട്. അതിന്റെ മധ്യത്തിൽ ആ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ വിളിക്കുന്ന വിളിയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ. മറ്റുള്ളവരെ കാണുമ്പോൾ സഹോദര സഹോദരി എന്ന് നാം വിളിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ നാം അങ്ങനെ വിളിക്കണം. നാം കൂടി വരുന്ന കൊച്ചു സഭകളിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം സിസ്റ്ററെ ബ്രദറെ എന്ന് നാം വിളിക്കുമ്പോൾ ആ അർത്ഥം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമാകണം. ആ അർത്ഥത്തിൽ നാം എല്ലാവരും പിതാവിന്റെ മക്കളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വിഷയത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വിളിച്ചു വേർതിരിച്ചത് പ്രത്യേക ഉദ്ദേശത്തിലാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം എടുത്ത് വായിക്കുമ്പോൾ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ എന്നിൽ ഒരു നല്ല പ്രവൃത്തി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തുടങ്ങിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, സൽപ്രവർത്തികൾക്കായി നമ്മെ ക്രിസ്തുവിൽ കർത്താവായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഒരു പരിഹാസം കേട്ടോ, ഒരു കളിയാക്കൽ കേട്ടോ, ഒരു നിന്ദ കേട്ടിട്ട് പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല. നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി കർത്താവിന്റെ വരവോളം തികച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തി, ആ ശക്തിയിലൂടെ വ്യാപരിക്കുന്ന കൃപാവരങ്ങൾ, ആ ശക്തിയിലൂടെ ദൈവം നിയോഗിച്ചു തരുന്ന പ്രവൃത്തികൾ,
നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചെടുക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നാം ഉറപ്പുള്ളവരായിരിക്കണം. അതിനുള്ള താല്പര്യം നമുക്കുണ്ടായിരിക്കണം. ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആഗ്രഹം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള ആഗ്രഹം, എന്നിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി ക്രിസ്തുവിന്റെ വരവോളം തികച്ചെടുക്കുവാൻ എൻ്റെ ആഗ്രഹം, അത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. അതിനുവേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? കർത്താവേ, ആ ആഗ്രഹം നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നിനക്ക് വേണ്ടി വല്ലതും ചെയ്യുവാൻ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിപ്പാൻ കർത്താവേ, എനിക്ക് ആഗ്രഹം എൻ്റെ ഉള്ളിൽ അതിയായി തരണമേ. അതിനുള്ള ഇച്ഛ എൻ്റെ ജീവിതത്തിൽ തരണമേ. ആഗ്രഹിക്കുന്നവരെയാണ് കർത്താവ് തൃപ്തിപ്പെടുത്തുന്നത്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? കർത്താവിന്റെ നാമത്തിനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ആഗ്രഹമുണ്ടോ? കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹമുണ്ടോ? കർത്താവ് നിങ്ങളിൽ തുടങ്ങിയ വേല തികച്ചെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവ്, എന്നെ അതിനായി ഏൽപ്പിക്കുകയാണ്. ഈ സമയം എന്നെ അതിനായി സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിനക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ശ്രേഷ്ഠകരമായ ആ ആഗ്രഹം സ്വർഗത്തിലെ ദൈവം മാനിക്കും കേട്ടോ. ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത, നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച നിങ്ങൾ പ്രാർത്ഥിക്കണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം എടുത്ത് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അഥവാ അനുകരിപ്പീൻ. നാം ദൈവത്തിന്റെ പ്രവർത്തികളെ മനസ്സിലാക്കി, സ്നേഹത്തെ മനസ്സിലാക്കി, കർത്താവിന്റെ വിളിയെ മനസ്സിലാക്കി, എന്നെ ഏൽപ്പിച്ച താലന്തുകളെ മനസ്സിലാക്കി, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവിന്റെ നാളോളം അതിനെ തികച്ചെടുപ്പാനുള്ള താല്പര്യത്തോടെ, വാഞ്ചയോടെ നാം ഈ ദിവസങ്ങളിൽ മുന്നേറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നാം എടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും: ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പിന്നെന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. യു ആർ ഫ്രീ ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ഇനി പിശാചിന്റെ ഇഷ്ടമനുസരിച്ചല്ല, പിശാചിന്റെ നിയോഗമനുസരിച്ചല്ല, കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഹിതം അനുസരിച്ചൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. റോമർ 12:2 വായിക്കുന്നു: അതുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മുടെ ഈ കൂടിവരവുകളിൽ പലപ്പോഴും പലതരത്തിലുള്ള ആളുകളെ കാണുവാൻ കഴിയും. അവരെ നോക്കി നിൽക്കാനല്ല, അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ. എന്നാൽ ഞാൻ എന്താണ്? ഹല്ലേലൂയ. വിശുദ്ധിയുടെ പ്രമാണത്തിൽ, നീതിയുടെ പ്രമാണത്തിൽ എന്നെ സ്വതന്ത്രനാക്കിയ യേശു ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഇനിയും ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ അന്ത്യശ്വാസം വരെ പ്രയോജനപ്പെടും. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ, അവന്റെ വഴികളിൽ നടക്കുന്നവൻ, അവന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവൻ, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഉറപ്പോടുകൂടെ അവനെ നിർത്തുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു ദൈവമുണ്ട്. 37-ാം സങ്കീർത്തനം അതിന്റെ 31-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു വേദവാക്യമാണ്. ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ ഉണ്ട്, അവന്റെ കാലടികൾ വഴുതിയതുമില്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ന്യായപ്രമാണം ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ കാൽ വഴുതുവാൻ ഇടയായി തീരുകയില്ല. ഹല്ലേലൂയ. നീ നിന്റെ കാൽ വഴുതി പോകുവാൻ ഇടയാക്കുന്ന ദൈവമല്ല, നീ ഉറപ്പോടെ നിൽക്കും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 54-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകയാൽ എന്റെ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകണം ആകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു,
അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഇതൊരു പാഠമാതയോ പൈതലേ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്ന ദൈവപൈതൽ, അവൻ എത്ര പരിശോധനകൾ വന്നാലും എത്ര പരീക്ഷകൾ വന്നാലും അവൻ ഒരിക്കലും വീഴത്തില്ല. കാരണം ക്രിസ്തുവാകുന്ന പാറമേൽ, വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അവൻ ആ വീട് പണിതിരിക്കുകയാണ്. അവന്റെ വിശ്വാസത്തെ അവൻ അതിന്മേലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് നിന്നയാകട്ടെ, പരിഹാസമാകട്ടെ, ഏത് വിധത്തിലുള്ള വിഷയങ്ങളാകട്ടെ, യാതിൽ കണ്ടാൽ അവൻ വീണു പോകുകയില്ല. കാരണം അവൻ വചനങ്ങളെ കേട്ട് അനുസരിച്ചു ചെയ്യുന്നവനാ. നാം ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരിക്കണം. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യണം. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, റോമർ 4:20 അത് ഇങ്ങനെയാണ് വായിക്കുന്നത്. 4-ാം അധ്യായം 20-ാമത്തെ വാക്യം വളരെ മനോഹരമായ നിലയിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ അവിടെ എടുത്ത് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് അഥവാ ലൂക്കോസ് ഈ പ്രവൃത്തികളുടെ പുസ്തകം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അവിടെ ഇങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിനും മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാനും ശക്തനെന്ന് ഉറപ്പായി വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൻ ഉറപ്പായി വിശ്വസിച്ചു. ദൈവിക വാഗ്ദത്തങ്ങളിൽ ഉറപ്പായി വിശ്വസിക്കുന്ന ദൈവപൈതലേ, അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 99 വയസ്സ് സാറായിക്ക് ഗർഭം ധരിപ്പാനുള്ള ആ ശേഷി നഷ്ടപ്പെട്ടു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നു അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാം അവിടെ 19 മുതൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയപ്പോഴും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, ഉറപ്പുള്ളവനായി നിന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായി നിന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും എന്തെങ്കിലും വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തിന്റെ നിവർത്തി എന്റെ ദൈവം തക്ക സമയത്ത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവരുടെ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിലെ 3 പ്രധാന പോരാട്ടങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ള പോരാട്ടം പിശാചാണ്. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണം എന്ന് ചുറ്റി നടക്കുകയാ. അവന്റെ നോട്ടം ദൈവമക്കളെയാ. അവന്റെ നോട്ടം പത്രോസിനോടായിരുന്നു. പത്രോസേ, നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അവൻ കൽപ്പന ചോദിച്ചു. നമ്മെ പാറ്റിക്കളയുവാൻ, നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാതെ ക്ഷീണിച്ച് നാം ഇടറിപ്പോകത്തക്ക വിധത്തിൽ ദുഷ്ടനായവനൊരു തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വസിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ പിശാച് അവന്റെ തന്ത്രങ്ങളുമായി ഓടിപ്പോകും. നമുക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട് ദൈവപൈതലേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 2, അവന്റെ ആയുധവർഗങ്ങളെ നാം അറിയണം. ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളെയും നാം അറിയണം. ഹല്ലേലൂയ. 3, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ആ സന്നിധിയിൽ നാം ഒരു ഭടനെ പോലെ, യോദ്ധാവിനെ പോലെ, പോർക്കളത്തിലെ ഒരു പോരാളിയെ പോലെ, ഒരു യുദ്ധവീരനെ പോലെ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള വലിയ താല്പര്യത്തോടെ നമുക്ക് ആയിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒന്നിലും പതറാതെ, ഒന്നിലും ഇടറാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മല്ലനായ ഗോലിയാത്ത് മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിനെ പോലെ, ദാവീദിന്റെ സഹോദരന്മാരെ പോലെ പാളയത്തിനകത്ത് പേടിച്ചിരിക്കുന്നവനായിട്ടല്ല, അഭിഷിക്ത, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനെ തകർത്ത് കളയുവാനുള്ള അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നിന്നെ അലട്ടുന്ന, നിനക്കെതിരായി കടന്നു വന്നിരിക്കുന്ന സകല പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. കാരണം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന നാമം
എന്റെയും നിങ്ങളുടെയും മേൽ വിളിച്ചിരിക്കുന്ന നാമം സർവ അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമമാണ്. ആ നാമത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രതികൂലം മാറിപ്പോകും. ആകയാൽ ചഞ്ചല ഹൃദയരായിരിക്കാതെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചവരാകാതെ, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനായുള്ള വലിയ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വഴുതി പോകുവാൻ, ഇടർച്ചയായി തീരുവാൻ കാരണം എന്താണെന്നറിയാമോ? അതിന് നമുക്ക് പ്രോവർബ്സ് 14:14 എടുത്ത് വായിക്കുമ്പോൾ, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരുന്നു. വിശ്വാസ ജീവിതത്തിൽ മടുപ്പ് വരുന്നെങ്കിൽ മതി. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിൽ മടുപ്പ് വരുന്നുവെങ്കിൽ ദൈവവേദലേ അതിന്റെ അർത്ഥം നീ വിശ്വാസത്യാഗിയായി തീരും. എന്താണെന്നറിയാമോ ഈ മടുപ്പ് വരാൻ കാരണം? അനേക വിശ്വാസികളും ദൈവദാസന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി പ്രവർത്തിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് വിശുദ്ധ ജീവനം ചെയ്തു, പക്ഷേ ഇതുവരെയും ഒരു പ്രതിഫലവും ഒരു ഗുണവും ഉണ്ടായില്ല. എന്താ ഉണ്ടാകാഞ്ഞെന്നറിയാമോ? അതിനൊരു പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കല്ല, കർത്താവിനെന്നവണ്ണം ചെയ്യുവീൻ, കർത്താവിനെ നാമമഹത്വത്തിനായി ചെയ്യുവീൻ. നിങ്ങളൊരു ദേശത്ത് പോയി സുവിശേഷം അറിയിച്ചുവെങ്കിൽ അത് കർത്താവിന്റെ നാമത്തിലാ. നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അതവിടെ ചെന്ന് അത് പ്രവർത്തിക്കുന്നുവെങ്കിൽ, പറയുന്നുവെങ്കിൽ അത് കർത്താവിന് വേണ്ടിയാ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടാ നിങ്ങൾ പ്രതിഫലം കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രതിഫലം ഒരുപക്ഷെ ഈ സ്വർഗത്തിലാ, ഇവിടെയല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടും. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ട ആ ഉപമ നമുക്കറിയാം. അവന്റെ സഞ്ചിയിലുള്ള വിത്ത് വഴിയരികെ വീണു, പാറയുടെ മേൽ വീണു, മുള്ളുകളിൽ വീണു, നല്ല സ്ഥലത്ത് വീണു. ദൈവവേദലേ സുവിശേഷ വേലക്കാരാ, നീ വിതച്ച വിത്തിന്റെ കുഴപ്പമല്ല, അത് വീണ സ്ഥലത്തിന്റെ കുഴപ്പമാണ്. നിന്റെ അധ്വാനം മോശമല്ല, നിന്റെ അധ്വാനം നല്ലതായിരുന്നു, നിന്നോട് പറഞ്ഞത് നീ ചെയ്തു. പക്ഷെ അത് ഒരുക്കമില്ലാത്ത പലയിടത്ത് വീണതുകൊണ്ട് ഒരുപക്ഷെ അത് ഫലമായി വന്നില്ല എങ്കിലും നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് കിട്ടും, നീ പറഞ്ഞത് ചെയ്തതുകൊണ്ട്. ആകയാൽ നിങ്ങൾ നിരാശപ്പെടരുത്, വിശ്വാസത്യാഗം സംഭവിക്കരുത്, വിശ്വാസത്തിൽ മടുപ്പ് തോന്നരുത്. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ എന്തായാലും, ആരെതിർത്താലും, ആര് നിന്ദിച്ചാലും, ആര് പരിഹസിച്ചാലും, ഒരുപക്ഷെ പ്രത്യക്ഷമായി ഫലമൊന്നും കാണുന്നില്ലെങ്കിലും എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളവരായിരിക്കട്ടെ, തീരുമാനത്തിൽ ഉറച്ചവരായിരിക്കട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ച ദൈവവൈതലേ, നീ വഴിവഴുപ്പിലല്ല, നിന്നെ ഉറപ്പുള്ള പാറമേൽ നിർത്തിയിരിക്കുകയാണ്. നീ ഉറപ്പുള്ളവനായിരിക്കണം. തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക്, ഈ അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വിശ്വസ്തരെന്നെണ്ണിക്കൊണ്ട, അവിശ്വസ്തരാകരുത്. വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. എന്നാൽ എന്നെ ഈ ശുശ്രൂഷയ്ക്കാക്കിയത് ഞാൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട. അപ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കണം. എന്നെ ഏൽപ്പിച്ച അതേ ആ കൃപയിൽ, കൃപാവരങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം, ചുമതലകളിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെ പ്രാർത്ഥിപ്പാനാണോ ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്? നീ പ്രാർത്ഥനയിൽ വിശ്വസ്തനായിരിക്കണം. അതല്ല വചനം ശുശ്രൂഷിപ്പാനാണോ, അതിൽ നീ വിശ്വസ്തനായിരിക്കണം. സുവിശേഷം അറിയിക്കുന്നതിൽ നീ അതിൽ വിശ്വസ്തനായിരിക്കണം. ഒരുപക്ഷെ ചർച്ചിലെ മറ്റേതെങ്കിലും ഉത്തരവാദിത്വത്തിലാണ് നിന്നെ ദൈവം ആക്കിയിരിക്കുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു നീ അതിൽ വിശ്വസ്തനായിരിക്കണം. പൗലോസിന്റെ സാക്ഷ്യം നമുക്കറിയാം. കപ്പൽ ഛേദം
അതേ മൃഗയുദ്ധം, അകത്തുനിന്ന് ഉള്ള പ്രതികൂലം, പുറത്തു നിന്നുള്ള പ്രതികൂലം, കൂട്ടുവിശ്വാസികളാലുള്ള പ്രതികൂലം, താൻ അവിടെ എണ്ണി 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 പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ മധ്യത്തിൽ താൻ കുലുങ്ങാത്തവനായി നിന്നു, വിശ്വാസ ത്യാഗമില്ലാത്തവനായി നിന്നു, ഹൃദയത്തിൽ മടിപ്പില്ലാത്തവനായി നിന്നു. കാര്യം എന്താണ്? വിളിച്ചവൻ വിശ്വസ്തനെന്നെണ്ണി. വഴിയിൽ വെച്ചിട്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ല നാം പിൻപറ്റുന്നത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പലപ്പോഴും നാം വിശ്വസിച്ച പലരും നമ്മെ ഇട്ടിട്ട് പോയാലും, നമ്മെ ഉപേക്ഷിച്ചാലും, എന്നെ നന്നായി, നിങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. മറ്റുള്ളവർ എന്തും പറയട്ടെ, പഴിക്കട്ടെ, ദൂഷിക്കട്ടെ, വിട്ടുപോകട്ടെ, എന്നാൽ എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, ഉറച്ചു നിൽക്കുക. വളരെ മനോഹരമായ ഒരു വാക്യമാണ്, ഒരു സാക്ഷ്യമാണ് പൗലോസിന്റെ സാക്ഷ്യം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എത്ര വലിയൊരു തീരുമാനത്തോടു കൂടെയാണ് പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷകൾ തികയ്ക്കേണ്ടതിന് താൻ ചെയ്യുന്നത് എന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ തീരുമാനം എന്താണ്? ഹല്ലേലൂയ. പക്ഷം പിടിച്ച് പലരും നടക്കട്ടെ, ദുരുപദേശം അവിടെ പറയട്ടെ, ദുർമാർഗത്തിൽ ആളുകൾ നടക്കട്ടെ. ഹല്ലേലൂയ. അതെ, പുനരുത്ഥാനം ഇല്ലെന്നും പറഞ്ഞൊരു കൂട്ടർ നടക്കുന്നു. ഒരു കൂട്ടര് കർത്താവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നു. തിരുമേശയെ അലക്ഷ്യമായി പലരും അനുഷ്ഠിക്കുന്നു. അവരുടെ മധ്യത്തിൽ ദൈവവൈതലേ, നീ ഉറപ്പും ഉള്ളവനായിരിക്കുക. നീ ഉറപ്പുള്ളവനും കുലുങ്ങാത്തവനും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അതിലെപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിപ്പീൻ. അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിച്ചതിന്റെ, ഇവിടെ അധ്വാനിച്ചതിന്റെ, ഇവിടെ കഷ്ടപ്പെട്ടതിന്റെ, ഇവിടെ നിന്ന് സഹിച്ചതിന്റെ ദൈവവൈതലേ, പ്രതിഫലം ഇവിടെയല്ല, കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് ലഭിക്കും. ആകെ ഉറപ്പും ഉള്ളവരായി, കുലുങ്ങാത്തവരായി, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി, എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായുള്ള വലിയ താല്പര്യവും വാഞ്ചയും ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.